റിപ്പോർട്ടർ ബ്രേക്കിംഗ്. UDF സർക്കാർ ചുമതലയേറ്റ് 2 മാസം പിന്നിട്ടിട്ടും നാഥനില്ലാ കളരിയായി ചലച്ചിത്ര അക്കാദമി. ചലച്ചിത്രമേളകളുടെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട സമയമായിട്ടും ചെയർമാനും ഭരണസമിതിയും ഇല്ല. ഹ്രസ്വചിത്രമേള സെപ്റ്റംബർ അവസാനവും IFFK ഡിസംബർ 2ാം വാരവും സംഘടിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ സിനിമകളുടെ തിരഞ്ഞെടുപ്പടക്കം ഇനിയും നടത്തിയിട്ടില്ല. 2024 ടെലിവിഷൻ അവാർഡുകൾ വിതരണം ചെയ്തിട്ടില്ല. 2025 ചലച്ചിത്ര അവാർഡിനും ജൂറിയായിട്ടില്ല. സംവിധായകരായ സത്യൻ അന്തിക്കാടും ബ്ലസ്സിയും അടക്കം 10ലധികം പേരാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. സന്ദ്ര സജു വിവരങ്ങളുമായി ചേരുകയാണ്. സന്ദ്ര, കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ട്, ഈ ചിത്രങ്ങളുടെ പ്രദർശനാനുമതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് നേരത്തെ കൂട്ടി അനുമതി അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതിന് പടം സെലക്ട് ചെയ്യേണ്ടതുണ്ട്, അത് കാണേണ്ടതുണ്ട്, അങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. ഇതിനൊക്കെ ഈ സംവിധാനം പ്രവർത്തനക്ഷമമാകണം. അതിനവിടെ ആള് വേണം. മാധവ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്ന ഏതാണ്ട് 2 മാസം പിന്നിടുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ ചലച്ചിത്ര അക്കാദമി നാഥനില്ലാ കളരിയായി തന്നെ തുടരുകയാണ്. പുതിയ സർക്കാർ വന്നതിന് പിന്നാലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള PC വിശ്വനാഥ് അടക്കം പറഞ്ഞിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ആളെ കൊണ്ടുവരും, കൃത്യമായ രീതിയിൽ തന്നെ ഈ ചലച്ചിത്രമേളകൾ അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം പിന്നിട്ടിട്ടും അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മാധു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ തന്നെ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് IDSFFK ആണ്. അത് ഹ്രസ്വചിത്രമേളയാണ്. അത് സെപ്റ്റംബർ അവസാനത്തോടെ നടത്തേണ്ടതാണ്. പക്ഷേ അതിന്റെ ഏതൊക്കെ സിനിമകൾ പ്രദർശിപ്പിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതുപോലെ തന്നെ നിരവധി ആളുകൾ കാത്തിരിക്കുന്ന IFFK ഉണ്ട്. അത് ഡിസംബർ 2ാം വാരം നടത്തേണ്ടതുണ്ട്. അതിലും ഏതൊക്കെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഏതാണ്ട് 1700ഓളം സിനിമകൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ട് ഏതൊക്കെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭരണസമിതി ഉണ്ടാകണം, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഉണ്ടാകണം. പക്ഷേ ഈ സ്ഥാനത്തൊന്നും ആരുമില്ലാത്തത് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ് നിലവിൽ നേരിടുന്നത് എന്ന് തന്നെയാണ് മാധു മനസ്സിലാക്കുന്നത്. അത് മാത്രവുമല്ല, ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ അപ്പുറത്തേക്ക് ഈ അവാർഡ് വിതരണവും എല്ലാം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 2024 ടെലിവിഷൻ അവാർഡ് വിതരണം ചെയ്തിട്ടില്ല. 2025 ഈ ജൂറി ആയിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. അങ്ങനെ എല്ലാം അവതാളത്തിലായ ഒരു സ്ഥിതിയാണ് എന്തായാലും ചലച്ചിത്ര അക്കാദമിയിലുള്ളത്. കഴിഞ്ഞ സർക്കാർ മാറിയതിന് പിന്നാലെയാണ് നേരത്തെ ഇരുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള റസൂൽ പൂക്കുട്ടി ആ സ്ഥാനം ഒഴിഞ്ഞുപോയത്. പക്ഷെ ഉടൻ തന്നെ ആ പോസ്റ്റ് നികത്തും, ഒരാളെ കൊണ്ടുവരും, കൃത്യമായ ഒരാളെ തന്നെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടും അത് ഉണ്ടായില്ല. ഇത്രയും ദിവസമായിട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ് മാധു ഇതിലെ ഗൗരവം. എന്തായാലും ചലച്ചിത്രമേളകളുടെ അടക്കം മുന്നൊരുക്കങ്ങളൊക്കെ നടക്കേണ്ട സമയമാണ്. 2 മാസമായിരിക്കുന്നു സർക്കാർ അധികാരത്തിലേക്ക് വന്നിട്ട്. ഹണിമൂൺ ടൈമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ മറ്റു കാര്യങ്ങൾ, നിയമനം അടക്കമുള്ള കാര്യങ്ങൾ, ബോർഡ് കോർപ്പറേഷൻ നിയമനമൊക്കെ ചർച്ചയായി ഇന്നലത്തെ UDFൽ എന്നുള്ളതാണ് നമ്മളൊക്കെ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ ആ കാര്യങ്ങൾ, അതിനൊപ്പം ഈ ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ, ഇതൊക്കെ നടക്കേണ്ടതുണ്ട്.